വെൽക്കം ടു മൈ ചബി ടേൽസ്. എല്ലാവർക്കും സുഖമാണോ? ഞാൻ ഇന്ന് പാൽക്കപ്പയുടെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. എനിക്കറിയാം നിങ്ങൾക്ക് പലർക്കും പാൽക്കപ്പ ഉണ്ടാക്കാൻ അറിയാമെന്ന്. പക്ഷേ ഞാൻ എങ്ങനെയാണ് പാൽക്കപ്പ ഉണ്ടാക്കുന്നത് അതുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. കുറച്ച് കൊച്ചുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, രണ്ടാം പാല്, ഒന്നാം പാല്, കപ്പ, പിന്നെ കടുക് വറുക്കാനായിട്ട് വറ്റൽമുളക്, കറിവേപ്പില, കുരുമുളക്, കടുക്. ഇത്രയാണ് ഞാൻ പാൽക്കപ്പ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തു വച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ കപ്പ ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലവണ്ണം ഉടച്ചു കൊടുക്കാം. കപ്പ നല്ലവണ്ണം ഉടച്ചു കൊടുക്കുക. ഉടച്ചതിന് ശേഷം രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് തീ കത്തിച്ചു കൊടുക്കുക. അതിലോട്ട് പച്ചമുളക്, കുറച്ച് കൊച്ചുള്ളി, ഇതെല്ലാം കൂടെ ഇട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. നല്ലവണ്ണം ഇത് കുറുകണം. അടി പിടിക്കാതെ നല്ലതുപോലെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. കപ്പ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നാം പാല് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഒരുപാട് തിളയ്ക്കണ്ട, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. കപ്പ ഞാൻ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് വറുക്കണം. അതിനായിട്ട് ഒരു പാന് നമുക്ക് ഗ്യാസിലോട്ട് വെച്ച് കൊടുക്കാം. പാൻ നല്ലവണ്ണം ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ അതിൽ കടുക് ഇട്ട് കൊടുക്കുക. കടുക് നല്ലവണ്ണം പൊട്ടുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക. കുരുമുളക് ഇട്ട് കൊടുക്കുക. വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അരിഞ്ഞു വച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ആയിരിക്കുന്ന കൊച്ചുള്ളിയും കൂടെ ഇട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഉള്ളി നല്ലവണ്ണം വഴണ്ടിയിട്ടുണ്ട്. കടുക് വറുത്ത് വച്ചിരിക്കുന്നത് നമുക്ക് കപ്പയിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ അതിനെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കപ്പ റെഡി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബൈ.